എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വെളുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ കറണ്ട് ഇല്ലായിരുന്നടേ, കറണ്ടും ഇല്ലാണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റൂലല്ലോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് ഇന്നിനി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്നും പുട്ടൊന്നും അല്ല, ഞാൻ മിക്കവാറും പുട്ടുണ്ടാക്കുന്ന ദിവസമായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നും പുട്ടാണോ ചേച്ചി എന്നൊക്കെ ചോദിക്കും. എന്നും പുട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഗോതമ്പ് പുട്ടാണ്. കുറേ നാളായി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ട്. പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വലിയ താല്പര്യമില്ല ആർക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ അമ്മ അവിടെ നനച്ച് വെച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ മുളക് പൊടി ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. ചേട്ടനാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഈ മുളക് പൊടി വറുക്കുമ്പോഴാണ്. ഈ മനുഷ്യൻ ഉള്ളപ്പോഴല്ലാണ്ട് മുളക് പൊടി തീർന്ന കാര്യം ഓർമ്മിക്കുകയുമില്ല. അപ്പോൾ കുളിക്കാൻ കയറിയ സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങ് മുളക് പൊടി വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുളക് പൊടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. കേശു രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അമ്മയായിട്ട് അവിടെ അടി ഉണ്ടാക്കിയാണ്. ഹനുമാൻ്റെ ഗത വേണം, ഹനുമാൻ്റെ ഗത വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ചേട്ടൻ എവിടെ നിന്നൊക്കെയോ പോയി കണ്ടുപിടിച്ചൊരു ഗത വാങ്ങിക്കൊണ്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ ഹനുമാൻ എന്നുള്ള സിനിമ, അത് ഫുള്ള് കാണും. എപ്പോഴും നോക്കിയാലും ഫോൺ എടുത്ത് ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് ഈ ഹനുമാൻ്റെ സിനിമ കാണുകയാണ് മോൻ്റെ ജോലി. അവൻ്റെ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹനുമാൻ സ്വാമി. അതിപ്പോൾ മാത്രമല്ല, കുറേ കൂടെ കുഞ്ഞിൽ നിന്നായിരുന്നാലും എന്തോ അവന് ഭയങ്കര അവനൊരു എന്താ പറയാനായിട്ട് ഭയങ്കര അവൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോ ആണ് ഹനുമാൻ സ്വാമി. അങ്ങനെ ഇനി പെട്ടെന്ന് ഞാൻ ആ മുളകൊക്കെ വറുത്ത് വെച്ചിട്ട് ഇനി പുട്ട വയ്ക്കാൻ പോവുകയാണ്. പുട്ട വയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഗോതമ്പ് പുട്ട അവിക്കാത്ത കാര്യം തന്നെ അമ്മയ്ക്കും ചേട്ടനും ഭയങ്കര പ്രശ്നമാണ്. കഴിച്ചിട്ട് പറയും നെഞ്ചിരിക്കണം എന്ന് പറയും. അങ്ങനെ നെഞ്ചിരിപ്പൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇവിടുത്തെ അമ്മ തന്നെയാണ് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു രീതി. നമ്മൾ പുട്ടിലുള്ള മാവ് നനച്ചതിന് ശേഷം ഒന്ന് അവിച്ചെടുക്കും. അവിച്ചെടുക്കുക പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പീരയോ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒന്ന് അവിച്ചെടുത്തിട്ട് എന്താ കണ്ടില്ലേ ഇതുപോലെ വീണ്ടും പൊടിച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് നനച്ചിട്ട് ഞാൻ ഇത് മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് പുതിയ കുറേ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതാ ഇതേപോലെ പുട്ട് ആവിച്ചിട്ട് ഇങ്ങനെ പിരുത്തിടും. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളമാണ് നനയ്ക്കണത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലതുപോലെ നമ്മളിങ്ങനെ പരതി എടുക്കുമെന്ന് പറയുമല്ലോ, അങ്ങനെ എടുക്കും. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പാത്രത്തിലെ ഈ ഗോതമ്പ് പുട്ടിനുള്ള മാവ് നനയ്ക്കാനായിട്ട് അറിയുള്ളൂ. അങ്ങനെ അതും കൂടെ നനച്ചെടുത്തിട്ട് പിന്നെ ഇനി നമ്മൾ സാധാരണ പുട്ട വയ്ക്കും പോലെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഗോതമ്പ് പുട്ട് വെച്ച് വീണ്ടും തേങ്ങാപ്പീര ഇട്ട് വീണ്ടും ഗോതമ്പ് പുട്ട്. ഇതിപ്പോൾ മാവെന്ന് പറയാൻ പറ്റൂല, പുട്ടെന്ന് തന്നെ പറയാമല്ലോ. പുട്ടും കൂടെയൊക്കെ വെച്ചിട്ട് അവിച്ചെടുക്കും. പക്ഷേ നമ്മൾ എങ്ങനെ അവിച്ചെടുക്കുമ്പോൾ ഒരു കുഴപ്പമുള്ള എന്തെന്നറിയാമോ, നമ്മൾ അവിച്ചിട്ട് തട്ടുമ്പോഴേക്കും ഇതങ്ങ് പിരിന്നു പോകും. നമ്മൾ ഒരു പ്രാവശ്യം അവിച്ച മാവല്ലേ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതുപോലെ അവിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ് പുട്ട്, നല്ല സോഫ്റ്റും ആയിരിക്കും, കഴിക്കാനായിട്ട് നല്ല രുചിയുമാണ്. പിന്നെ നമുക്ക് ഈ നെഞ്ചിരിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ പുട്ടൊക്കെ അവിച്ചെടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇടുമ്പോഴേക്ക് തന്നെ അതങ്ങ് പിരിന്നു പോവും. അങ്ങനെ പുട്ടൊക്കെ അവിച്ച് കഴിഞ്ഞ് ഇനി അവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. പ്രത്യേകിച്ച് പുട്ടൊക്കെ അവിക്കുമ്പോഴേക്കും അവിടെ ആയിട്ട് മാവൊക്കെ വീണ് കിടക്കും. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം അത് അങ്ങനെ അങ്ങ് കിടക്കും. അപ്പോൾ അതങ്ങ് ഒതുക്കി ഓരോ ജോലിയായിട്ട് ഒതുക്കി കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറുമല്ലോ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എല്ലാം ലേറ്റായിപ്പോയി. രാവിലെ കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എണീച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അടുക്കളയിലോട്ടൊക്കെ കയറി വെട്ടം വേണ്ടേ ഒക്കെ ചെയ്ത് വന്നപ്പോഴേ ലേറ്റായി. പിന്നെ ഇന്നിനി കേശുവിനെയും കൊണ്ട് സ്കൂളിൽ പോകണം. കേശുവിൻ്റെ കൂടെ ഇന്ന് സ്കൂളിൽ ഇരിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അങ്ങനെ പുട്ടൊക്കെ അവിച്ച് വെച്ചിട്ട് കടല വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കടല വേവിക്കുന്നത് കടലയും അതിൻ്റെ കൂട്ടത്തിൽ സവാള അല്ലെങ്കിൽ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കും, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു സ്പൂണിൽ കുറച്ച് കടല എടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ എടുക്കും. എന്നിട്ട് ഇതിനെ അങ്ങ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങൾ. മുളക് പൊടി അധികം വേണ്ട, മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിനൊക്കെ അരയ്ക്കണത്. ഈ കടലക്കറിയൊക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ വെക്കാം. ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കാം, തേങ്ങ മാത്രം അരച്ച് വെക്കാം, ഈ കടല മാത്രം അവിച്ചിട്ട് വെക്കാം, ഇത് രണ്ടും അവിക്കാതെയും വെക്കാം. അങ്ങനെ ഇഷ്ടം പോലെ രീതിയിൽ കടലക്കറി വയ്ക്കാം. ആ എല്ലാ രീതിയിലും നമ്മളിവിടെ വെക്കുകയും ചെയ്യും. എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേക ടേസ്റ്റും കാണും കേട്ടോ. അപ്പോൾ ഇനി ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട്
ഈ അരപ്പ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്നോ രണ്ടോ വിസിലും കൂടെ പോവിച്ചെടുക്കും. അപ്പോഴേക്ക് കുറച്ചും കൂടെ അങ്ങ് വേവുകയും ചെയ്യും. ഈ അരപ്പൊക്കെ അതിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. പിന്നെ ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തില്ല, കുറച്ചിങ്ങനെ തേങ്ങാപ്പീരൊക്കെ കിടക്കണം കണ്ടാലും പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ആ അരപ്പൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കിടിലൻ കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് രീതിയിൽ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, കടലക്കറിയെന്ന് മാത്രമല്ല, എല്ലാ കറികളും നമ്മളെ കയ്യിൽ കിട്ടിയാലും നമുക്കതിനെ വായിൽ വയ്ക്കാൻ കൊള്ളുന്ന രീതിയിൽ പല രൂപത്തിലോട്ടൊക്കെ മാറ്റാം. അതൊക്കെ ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. അങ്ങനെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, കുറച്ച് പാത്രങ്ങളെന്നല്ല, കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി അങ്ങ് വെക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ചില ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, ഒരു പച്ചമുളകും കീറിയിട്ട് എന്തെങ്കിലും ഒരു കറിയങ്ങ് വെച്ചാൽ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ചിലപ്പോൾ അവർ ചേർക്കുന്ന ചേരുവകളിൽ വരുന്ന എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ കൊണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ അയ്യോ അതങ്ങനെ ഇങ്ങനെ അളവും തൂക്കവും ഒക്കെ നോക്കി ഉണ്ടാക്കിയാലും ചിലപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ ആ വെള്ളം നേരെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇതിൻ്റെ മൂട്ടിലൊഴിക്കും. ഏതിൻ്റെ, നമ്മുടെ മറ്റേ പാവയ്ക്കയില്ലേ, അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. പാവല് വീണ്ടും ഒരുപാട് കായ്ക്കണുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഇപ്പോഴും ഈ പറയണത് പോലെ തോന്നിയതുപോലെയൊക്കെയാണ് കായ്ക്കണത്. ചിലത് നീളത്തിന്, ചിലത് ഇതുപോലെ ഉണ്ടയായിട്ട്. അത് ഓരോന്നും ഓരോ ഷേപ്പൊക്കെയാണ്. പാമ്പിന്റെ ഷേപ്പിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കണ, അല്ലാതെ നീണ്ടു പോണ, മുള്ളോടെ പോണ, ഞങ്ങൾക്കൊന്നും അറിയാൻ വയ്യ എന്തൊക്കെയാണെന്നത്. ഇവിടെ നോക്കിയാലും പാവല് തന്നെ. കേശുവിനെ പേടിച്ച് എല്ലായിടത്തും മേളിലിട്ടിരിക്കുകയാണ്. അവന് നല്ലതുപോലെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇനി ഇതിൽ നിൽക്കണെല്ലാം കാണിച്ചു തരാമേ. ഇതാ കണ്ടില്ലേ, ഇതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിൽ കേശുവിന്റെ കയ്യിലിരിക്കും. ഇത് മാത്രം കാണാനായിട്ട് ഇങ്ങനെ നമ്മൾ എണീച്ച് വരുമ്പോ കാണുമ്പോ ഒരു സുഖം, അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ ഇട്ടേക്കാണ്. മറ്റേതൊക്കെ നമ്മൾ നോക്കിയെടുക്കണ്ടേ. ഇതാ ഈ പാവയ്ക്കണ്ട ഇങ്ങനെ ചുരുണ്ട് പാമ്പ് പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മളെ സാധാരണ പാവയ്ക്ക. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ലടേ. ഇത് ഇനി ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ടേ, അത് ഇതിന്ന് അടക്കേണ്ടി വരും. ഇത് ഏകദേശം വരും. ഇത് കണ്ട, ഇത് നമ്മളെ സാധാരണ കണക്കുള്ള ഉണ്ടപ്പാവയ്ക്ക്. ഇനി വേറെ അതിന്റെ കൂടെ നിൽക്കുന്ന, അതാ നിൽക്കുന്നത് വേറെ. അയ്യോ, ഇതുണ്ട്, ഇതുണ്ടല്ലേ, അതും ഈ മുള്ളോട് കൂടെ വരെയാണേ. ഇവനൊക്കെ ഉണ്ടാ, ഇവൻ നല്ല നീണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇതില് മുള്ളുണ്ട്. പിന്നെ ഇതാ ആ നിൽക്കുന്നതില് അതില് മുള്ളില്ലാതെ നീണ്ടു വരണം. ഇനി ഇവിടെ അല്ലാതെ രണ്ടെണ്ണം കണ്ടില്ലേ, ഒളിച്ചു കിടക്കാണ്. അത് നല്ല നീണ്ട് അതിന്റെ ബാക്ക് പുറകുവശത്തായിട്ട് ഒരെണ്ണമുണ്ട്. അതൊക്കെ ഉണ്ടില്ലേ, അത് രണ്ടും നല്ല നീളനായിട്ട് വരെയാണേ. പിന്നെ ഇതാ രണ്ട് ചെറുത് കണ്ട, അതെന്തൊരു ഡാൻസ് കേശു, പെട്ടെന്ന് പല്ല് തേന്ന്. എന്തോന്നാണ് കേശുവിന് പെട്ടെന്ന് കൊഞ്ഞുള്ളൂ. രണ്ടുപേരും നിക്കണ കണ്ടില്ലേ, അത് നല്ല നീണ്ടു നിൽക്കുകയാണ്. ഈ ചെമ്പരത്തി നിറയെ ഇപ്പൊ പാവലാണ്. ഇത് പാവലാണോ ചെമ്പരത്തിയാണോ എന്ന് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എനിക്കൊന്നും എത്രയും പടർന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ കാച്ചത്. നീളം, മുള്ളില്ലാത്ത നീളം, മുള്ളില്ലാത്ത നീളം, മുള്ളുള്ള നീളം, എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്ന്. അയ്യോ, ഇപ്പോഴ് ഞാനും അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത് ഈ പാവയ്ക്കയാണ്. നേരെ വന്ന് അടുക്കള വാതിൽ തുറന്നിട്ട് നോക്കും, പാവയ്ക്ക് വീണ്ടും വീണ്ടും ഒക്കെ വന്നിട്ടുണ്ടോ എന്ന്. ഒരു കാണുമ്പോൾ കണ്ണിനൊരു കൗതുകം എന്ന് പറയൂല, അതുപോലെയാണ്. നമ്മളിങ്ങനെ നോക്കി നോക്കി നിർത്തും. ഞാനാണെങ്കിൽ ആ ഇടയിൽ മൊത്തം നോക്കും എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടോയെന്ന്. ഇപ്പം ചെമ്പരത്തി പൂവൊന്നും കാണാനില്ലെന്ന് വേണമെങ്കിൽ പറയാം. ചെമ്പരത്തിയിൽ മൊത്തം പാവൽ പടർന്ന് കയറിയിട്ട് ഇപ്പം ചെമ്പരത്തിയിലാണ് പാവയ്ക്ക കാച്ചു കിടക്കുന്നത്.
അപ്പോഴേക്കും കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുകും കൂടെ താളിച്ചങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് കറി വെച്ചാലും അതിലിങ്ങനെ കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക മണവും രുചിയും വരും. അതുവരെ ഇല്ലാത്തൊരു മണവും രുചിയായിരിക്കും. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ടെക്സ്ചർ മൊത്തത്തിലങ്ങ് മാറും പോലെ തോന്നും. നമ്മൾ കടുക് താളിച്ചിടുമ്പോഴേക്ക് കൊച്ചുള്ളി ഇടാനായിട്ട് മറക്കുകയും ചെയ്യരുത്. എന്നാൽ മാത്രമേ അതങ്ങ് നല്ല രീതിയിൽ മാറി വരുള്ളൂ. അപ്പോൾ പുട്ടായതുകൊണ്ട് കേശുവും പുട്ടും തമ്മിൽ രണ്ടാം നാളാണ്. കേശുവിന് അത്രയ്ക്ക് ഇഷ്ടമല്ല പുട്ട്. അങ്ങനെ വിചാരിച്ച് മോനൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് ദോശമാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ എടുത്തതാ എത്രത്തോളം വലുതാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ ഞാൻ അത്രത്തോളം എൻ്റെ മാക്സിമം അത് ഞാൻ വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ചട്ടിയാണെങ്കിൽ തോന്നുന്നു ഈ ഒരു ദോശക്കല്ലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ. എത്രയും വലുതായി കിട്ടുള്ളൂ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ആ ഒരു നെയ് റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇനി അതിൽ നെയ്യ് വേണമല്ലോ. അങ്ങനെ ഇനി അതിൽ മൊത്തം നെയ്യൊക്കെ ഒന്ന് തടവി അതിനെ ഒന്ന് സൂപ്പറാക്കി എടുക്കണം. എന്നിട്ട് നല്ല മൊരിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ ദോശ നമ്മളുണ്ടാക്കുമ്പോഴേക്കും മറിച്ചിടും. കാരണം നമ്മളുണ്ടാക്കുമ്പോഴെന്ന് പറയാൻ കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ദോശ അവർ മറിച്ചിടാറില്ലെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഈ രീതിയിലായിരിക്കാം. ഞങ്ങൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ മറിച്ചിടാനൊന്നും പോണില്ല. ഇതിങ്ങനെ വെച്ച് നല്ല മൊരിച്ചെടുക്കുമ്പോഴേക്കും ഇവിടെ ഇപ്പുറ സൈഡും കൂടെ വെന്ത് വരുമല്ലോ. അങ്ങനെ അതിൽ നെയ്യൊക്കെ തടവിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്താൽ നെയ് റോസ്റ്റായി. ഇതിലിനി നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ അത് സാധാ ദോശയായി. ഇനി ഇതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങോ അതുമൊക്കെ ഒന്ന് വേവിച്ച് വെച്ചാൽ മസാല ദോശയായി. എന്ത് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഈ ഒരു സംഭവം എല്ലാത്തിൻ്റെയും ബേസ് ഇതാണ്. അങ്ങനെ നെയ് റോസ്റ്റ് ഉണ്ടാക്കിയത് കേശുവിനും പുട്ടും കടലക്കറിയും നമുക്കും. അപ്പോൾ ഗോതമ്പ് പുട്ടും കടലക്കറിയും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചോദിക്കുക അരിപ്പുട്ടും കടലക്കറിക്കും എന്താ കുഴപ്പമെന്ന്. അതും കിടിലമാണ്, ഇതും സൂപ്പറാണ്. അങ്ങനെ ഗോതമ്പ് പുട്ടും കടലക്കറിയും ഒരു കട്ടൻ ചായയും. ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് കടലക്കറി ഗോതമ്പ് പുട്ടും കടലക്കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറേ നാളായത് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇനി കുറച്ച് തുണിയൊക്കെ അലക്കിയത് കൊണ്ട് വിരിക്കാനായിട്ടുണ്ടായിരുന്നു. കുറേ നാളായതായി മുകളിൽ കൊണ്ട് തുണി വിരിച്ചിട്ട്. വേറൊന്നുമല്ല, എപ്പോഴും മഴയായതുകൊണ്ട് താഴെ തന്നെയാണ് തുണി വിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കേശുവിൻ്റെ ബർത്ത്ഡേ തന്നെ ഇവിടുത്തെ അശകളെല്ലാം അഴിച്ചു മാറ്റിയായിരുന്നു. പിന്നെ ഇനി ഈ ഒരു കാര്യം കൊണ്ട് പറയട്ടെ. ഞാൻ ഈ അശ എന്ന് പറയുമ്പോഴേക്ക് കുറേ പേര് പറയുന്നുണ്ട്, അശയോ ഇതെന്തോ പറയണത് അയ അല്ലേ എന്ന്. ഞങ്ങൾ തിരുവനന്തപുരംകാർ അശ എന്നാണ് പറയണത് കേട്ടോ. നമുക്ക് അയ എന്നും വരില്ല. നമുക്ക് ഈ അയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അയ്യേന്നായിക്ക് പോവും. നമുക്ക് ഈ അശ മാത്രമേ വരുള്ളൂ. അപ്പം ഞാനിപ്പോഴും പറയണത് പല സ്ഥലത്തും പല രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറയണത്. അപ്പം ഞങ്ങൾ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണത് ഞങ്ങൾ ലോക്കലി എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളിനി എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ആവാൻ നോക്കിയാലും ആ ഒരു ഭാഷ നമ്മളെ നാവിൽ വരുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ അശയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേശുവിൻ്റെ ബർത്ത്ഡേ സമയത്ത് ഇത് ഫുൾ അഴിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഒരു മാസം ആയതേ ഉള്ളൂ വീണ്ടും അത് തിരിച്ച് കെട്ടിയൊക്കെ വന്നിട്ട്. സ്കൂളിൽ പ്രോഗ്രാമാണ് കൾച്ചറൽ ഫെസ്റ്റ്. അപ്പോൾ ഇത് കേശുവിന് സ്കൂളില്ല. ഇന്ന് കേശുവിന് അതെങ്കിലും ഇന്ന് മോന് മലയാളം സ്റ്റോറി ടെല്ലിംഗ് ആണ്. എന്തുകൊണ്ടാണ് മക്കളെ? കഥയുടെ പേരെന്തോന്നാണ്? കഥയുടെ പേര് പറയടാ. കഥയുടെ പേര് രണ്ട് കാക്കകൾ. അപ്പൊ മോൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറാണ്. അപ്പൊ അവനെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യട്ടെ. നമ്മളെല്ലാം പഠിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. ഇത് മോന്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം അല്ലേ കേശുക്കുട്ട? മോൻ നല്ല മിടുക്കനായിട്ട് പറയും അല്ലേ മക്കളെ? അപ്പൊ അതാ ഞങ്ങൾ സ്കൂളിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ കട തുറക്കാൻ പോയിരിക്കണം. കട തുറന്ന് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് വന്നിട്ട് പുള്ളിക്കാരൻ വരും. അപ്പൊ ഞങ്ങൾ പോകും. കേശുവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുന്നേ ഒരു സ്റ്റേജിലും കേശു കയറിയിട്ടില്ല. കാരണം മോൻ pre-KG പോയിട്ടില്ലല്ലോ. മോൻ ആ സമയത്ത് അംഗൻവാടിയിലായിരുന്നല്ലോ പഠിച്ചത്. അങ്ങനെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് എല്ലാവരെയും അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കാര്യങ്ങൾക്ക് പോകുമ്പോഴേക്ക് നമ്മളെല്ലാവരും കാലിൽ തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് മോനെ വിടാറുള്ളൂ. അതൊരു ഗുരുത്വം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ കേശു
അവൻ്റെ ലൈഫിൽ അടുത്തൊരു കാര്യത്തിലോട്ട്, അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യത്തിലോട്ട് കടക്കുകയാണ്. അങ്ങനെ അമ്മ അവിടെ നോക്കി നിൽക്കുകയാണ് കേശു പോവാനായിട്ടൊക്കെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി. പിന്നെ ഈ പറയും പോലെ നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ മാറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കേശുവിൻ്റെ പ്രോഗ്രാമുകളിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് വരുന്നോ, മോനെ കൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നതാണോ അതിലെല്ലാത്തിലും പങ്കെടുപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലെത്തി. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് പ്രോഗ്രാമൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ചെന്നപ്പോഴേക്ക് 10 മണിയൊക്കെ ആയി. കാരണം ചേട്ടന് ഷോപ്പൊക്കെ തുറന്നിട്ട് മാത്രമേ വരാനായിട്ട് പറ്റുള്ളായിരുന്നു. വേണമെങ്കിൽ എനിക്ക് കൊണ്ട് പോവാമായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടാളുമല്ലേ എന്നും കൊണ്ട് പോകണത്. അപ്പോൾ ഇന്നും അതങ്ങ് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും കൂടെ തന്നെ കൊണ്ട് പോകാനായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. മരത്തിന്റെ കൊമ്പത്തിരിക്കണ പൂ പറിച്ചാട്ടെ നാളെ വരുമ്പോ കൊണ്ട് തരാമോ താരാട്ടുപാടി താരാമൊരു പഴങ്കഥയിൽ അന്യം ബാക്കിലെ പഴങ്കഥ. Please come and collect the chess number for UKG session. Malayalam action song. സ്റ്റേജ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അധ്വാനമുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. പിന്നെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ ഒരാളിനെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. എല്ലാവരും മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത മുഴുവൻ പേരെയും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കുക. തലയൊന്നും വിളിച്ചില്ല. കേശുവിൻ്റെ ഫ്രണ്ട്സും എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എല്ലാവരും അച്ഛനമ്മമാരും ഉണ്ട്. അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ല. പിള്ളേർക്ക് ഇതെന്താ ഭയങ്കര ആഘോഷം. അവരുടെ ആഘോഷം തന്നെയാണ്, എന്നാലും ഭയങ്കര ആഘോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കേശുവിന് ഇന്ന് മലയാളം സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. അങ്ങനെ കേശു അവൻ്റെ ചെസ് നമ്പറൊക്കെ കിട്ടിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കോമ്പറ്റീഷനായിട്ട്. Judges please note 102 on the stage. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഉറുമ്പിന്റെ ഒരു പ്രാവിന്റെ. I repeat 103 on the stage. കഥയുടെ പേര് ചിന്നക്കാക്കൻ നിന്നക്കാക്കൻ കലകലകലാണ് ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തക്ക ആരാണ് പിടിക്ക് ചിന്നക്കാക്ക പറഞ്ഞു അല്ല അല്ല ഞാനാ പിടിക്ക് ചിന്നക്കാക്ക പറഞ്ഞു അല്ല അവിടെ പന്തയം വെച്ച് എന്നാണ് പന്തയം ആരുടെ വസ്തു കാറ്റിട്ടുണ്ട് അവരാലോചിച്ച് അങ്ങനെ കേശുവിൻ്റെ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ അതാ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഇന്ന് മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയതൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വരണ വഴിക്ക് കരുവാടും വാങ്ങിക്കൊണ്ടാണ് പോയത്. അപ്പോൾ ഇനി കരുവാടും പൊരിച്ച് ചമ്മന്തി പിന്നെ അച്ചാർ വാവിനൊക്കെ വെച്ച് എല്ലാ അച്ചാറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കേശു കഥ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴേക്ക് പകുതി കഴിഞ്ഞപ്പോൾ കേശു മറന്നുപോയി. പിന്നെ മോൻ ആകെ അങ്ങ് ടെൻഷനായിപ്പോയി. അയ്യോ ബാക്കി എന്താ ഒരു വാക്ക് മോൻ വിട്ടുപോകുമ്പോൾ അറിയാമല്ലോ, പിന്നെ ഫുള്ള് കയ്യിൽ നിന്ന് പോവുമായിരുന്നു. അപ്പോൾ കയ്യിൽ നിന്ന് പോയി. രണ്ടാമത് വീണ്ടും മോനെ സ്റ്റേജിൽ കയറ്റിയായിരുന്നു. അപ്പോൾ പിന്നെ ആളങ്ങ് മടിച്ച് മൊത്തത്തിൽ ആളുടെ കയ്യിൽ നിന്ന് പോയി. എന്നാലും സാരമില്ല, മോൻ സ്റ്റേജിൽ കയറി ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അതായിരുന്നു നമ്മളെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതാ തിരിച്ചു വന്നിട്ട് ഇനി കരുവാട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അയലക്കരുവാടായിരുന്നു.
അപ്പോൾ ആദ്യം കരുവാടിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് തേച്ചിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ സവോളയും കത്തിരിക്കയും പച്ചമുളകും അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളതിനൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. ഒരു സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലും ഈ പറഞ്ഞ മസാലകളൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ അത് കരുവാടും പിന്നെ ഈ വെജിറ്റബിൾസ് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമുക്കിന്ന് ഇതൊക്കെയാണ് ചോറിൻ്റെ കൂടെയുള്ള കറി. തൈര്, നല്ല കട്ട തൈരുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പിന്നെ വാവിന് വെച്ച തോരൻ ഇരിപ്പുണ്ടായിരുന്നു, ഇഞ്ചിക്കറിയുണ്ട്, നാരങ്ങയുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ ഈ കരുവാട് പൊരിച്ചതും. അയ്യോ, അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് വെള്ളം തീർന്നായിരുന്നു. വെള്ളം ഇനി 3 ദിവസം കഴിഞ്ഞേ വരുവുള്ളെന്ന്. അങ്ങനെ ദാ വിളിച്ച് പറഞ്ഞ് വെള്ളം വണ്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടപാടെ ചോറൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ ഓടി. കാരണം നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഓടി അവിടെ എത്തിയപ്പോഴേക്ക് ഞങ്ങൾ സ്ഥലത്ത് വെള്ളം വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കൊണ്ട് നിരത്തി ഇനി ഇതൊന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കണം. സത്യം പറഞ്ഞാൽ ചേട്ടനും ഇല്ല. ഇനി ഇതൊക്കെ ചുമന്നുകൊണ്ട് വയ്ക്കുമ്പോഴേക്ക് എൻ്റെ നടു ഒടിയും. ഒന്നാമത് എനിക്ക് കൈ വയ്യാണ്ടിരിക്കുകയാണ്. എന്ത് കഷ്ടമെന്ന് നോക്കി. ഈ കർക്കിടകം, ഈ ദുർഘടം പിടിച്ച കർക്കിടകം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ മതി എന്നല്ല, അയ്യോ കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഈ വേവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്തിനാണ് സംഭവം എന്ന് മനസ്സിലായോ? വേറൊന്നും അല്ലതാ, ഒരു തോർത്ത്, വേറൊരു തോർത്ത്, ഒരു ടവല്. ഇത് കുറച്ച് ദിവസം കൊണ്ട് മഴ നനഞ്ഞിട്ടേ വെളിയിൽ കിടന്നിട്ട് ഞാൻ എടുത്തില്ല. മടി കാരണം എടുക്കാത്തതായിരുന്നു. കഴുകി വെളിയിൽ ഇട്ടിരുന്നിട്ട് അത് മഴ നനഞ്ഞ് അവിടെ തന്നെ അങ്ങ് കിടന്നു. ഇപ്പൊ 2-3 ദിവസം എടുക്കാതിരിക്കുമ്പോ അറിയാമല്ലോ, അതങ്ങ് ഒരു സ്മെല്ല് പോലെയൊക്കെ ആയി. ഇനി ഇതിനെ എത്ര അടിച്ചിട്ട് കഴിവിയാലും ഇത് വെളുക്കൂല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാല് നമ്മളെ കിച്ചൺ ടവലൊക്കെ ഇല്ല, അത് ഇതുപോലെ കഴിവ് നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും. ഇതിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഒന്നിയിൽ ഞാനിപ്പോൾ നമ്മുടെ ഡിഷ് വാഷാണ് ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് സോപ്പ് പൊടി എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ തിളപ്പിച്ച് എടുക്കുമ്പോഴേക്ക് ഇത് നല്ല ക്ലീൻ ആയി വന്നുകൊണ്ടിരിക്കും. ഈ പണ്ട് അമ്മയൊക്കെ കാരം ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ ഇപ്പോഴും ഇതുപോലെ അങ്ങനെ ഇരിക്കുമ്പോൾ തോർത്തുകൾ ഇങ്ങനെ വേവിച്ച് കഴുകിയൊക്കെ എടുക്കും കേട്ടോ. ഏറ്റവും അടിപൊളിയായിട്ട് പറഞ്ഞാൽ നമ്മളെ ഈ ടവലാണ്. നമ്മൾ ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളും ടവലും ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഭയങ്കര വിഴുവഴുപ്പ്, നമ്മൾ എത്ര കഴിവേലാ വിഴുവഴുപ്പ് പോകില്ല. അപ്പൊ ഇതുപോലെ ചെയ്തങ്ങിടും. അങ്ങനെ നമ്മൾ ഇങ്ങനെ നല്ല തിളപ്പിച്ച് എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വെളുക്കും പോലെ തോന്നും. അപ്പൊ ഇത് ചേട്ടന്റെ ഫേവറേറ്റ് ടവലായിരുന്നു. ഞാൻ സത്യത്തിൽ എന്റെ മടി കാരണമാണ് ഞാൻ ചെയ്യാത്ത. മടി കാരണം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് എനിക്ക് പറ്റണതെന്ന്. കൈവേദനയും ഭയങ്കര ക്ഷീണം. എപ്പോഴും എല്ലാ ദിവസവും എനിക്ക് ക്ഷീണമാണ്. എപ്പോഴും കിടപ്പും ഉറക്കും. ഇരുന്നാലും ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോവും. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഞാൻ. പക്ഷെ എന്തോ ഒരാഴ്ച കൊണ്ട് എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ഒരു കുറച്ചും കൂടി സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പോലെ ആയിരുന്നു കുറച്ച് ദിവസം. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം നമ്മളിനി അങ്ങനെ പറ്റൂലല്ലോ, നമ്മൾ ഓക്കെ ആക്കി എടുക്കണമല്ലോ, അല്ലാതെ നമുക്ക് വിട്ടുകളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ തനിയെ അങ്ങ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇനി പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. ഇനി കൊളസ്ട്രോളായിട്ട് കൂടിയോ, തൈറോയിഡും ഉണ്ട്, തൈറോയിഡിന്റെ വല്ല പ്രശ്നങ്ങളാണോ, എന്തോ ഒരു സംതിങ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നല്ല തിളച്ച് നല്ല വെന്ത് പരുവായിട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ എടുത്തങ്ങ് കഴുകിയിടാം. പിന്നെ വീണ്ടും നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്, നമുക്ക് വീണ്ടും വെള്ളമില്ല. കണ്ടില്ലേ, പൈപ്പൊക്കെ കാറ്റ് പോലും ഇല്ല. 3 ദിവസം കഴിഞ്ഞ് വെള്ളം വരുവുള്ളൂ. അപ്പൊ അതാണ് നേരത്തെ വെള്ളമൊക്കെ പിടിച്ചോണ്ട് വന്നത്. വെള്ളം വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് അത് അറിഞ്ഞ് വെള്ളം വണ്ടി വരുമെന്നും അറിഞ്ഞില്ല. ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറയണേ, എടീ വെള്ളം വണ്ടി വന്ന് ഞാൻ പറയാൻ മറന്നു, ഓടി വന്നു. പിന്നെ പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊക്കെ മുകളിലിരിക്കില്ല, ആനയൊക്കെ എങ്ങനെയെങ്കിലും പറക്കി എടുത്തും കൊണ്ട് പോയി കുറച്ച് വെള്ളമൊക്കെ പിടിച്ച്. എനിക്കാണെങ്കിൽ വെള്ളം തൂക്കി പിടിച്ച്, ഏട്ടനും ഇല്ലല്ലോ, തൂക്കി പിടിച്ചോണ്ട് വരാനും ഭയങ്കര പാടാണ്. പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ 1-2 അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും എൻ്റെ ഒരു കൂട്ടുകാരി നമ്മളെല്ലാവരും കൂടിയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ച്. എന്തായാലും ഇനി കൈയിന് എന്താവോന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഓക്കെ ആയി, ഇതെടുത്ത് കാണിച്ചു തരാം. അങ്ങനെ അതൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ കൊണ്ടുപോയി ഒന്ന് അല്ലാതെ നമ്മൾ കഴുകിയെടുക്കാനുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വലിയ ജോലിയൊന്നുമില്ല. ഇത് മൊത്തം എന്തെന്ന് പറയാനായിട്ട് വെന്ത് അതിലെ അഴുക്കൊക്കെ എല്ലാം പോയിട്ടുണ്ട്. ഇനി ഒന്ന് പിഴിഞ്ഞൊക്കെ ഒന്ന് അടിച്ചിറ്റി അങ്ങ് എടുത്താൽ മതി. അടിച്ചിറ്റി എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ടവലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചിറ്റി എടുക്കാമെന്ന്. നല്ല സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരും ഇതുപോലെ ചെയ്യുമ്പോഴേക്കും.
ഇനി ഇതിനെ കൊണ്ട് മേളിൽ വിരിക്കണം. അപ്പോൾ ദൈവം സഹായിച്ച് 2 ദിവസം കൊണ്ട് മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ എല്ലാം. പിന്നെ കേശുവിൻ്റെ കുറേ യൂണിഫോം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. വെള്ളമില്ലെങ്കിൽ ഇതൊന്നും കഴുകാതിരിക്കാൻ പറ്റൂലല്ലോ, നാളെ മോന് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടേ. അങ്ങനെ 3 ജോഡി യൂണിഫോമും കഴുകാനായി. അപ്പോൾ യൂണിഫോം കഴുകണം, മോൻ്റെ ടവലുകളൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകിയിടണം. അല്ല, അതൊക്കെ ഒന്ന് വിരിച്ചിടണം. എല്ലാം കഴുകിയിട്ടുണ്ട്. പിന്നെ ഈ മേളിൽ കൊണ്ട് വിരിക്കണത് കൊണ്ട് എന്തെന്ന് പറയാണ്ട് പറഞ്ഞു തീരുന്ന മുമ്പ് അങ്ങ് ഉണങ്ങി കിട്ടും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു തീരുന്ന മുമ്പ് മഴ വന്നാൽ പണിയും കിട്ടും. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ തുണികളൊക്കെ എല്ലാം ഒന്ന് വിരിച്ചിട്ട് അയ്യോ, അങ്ങനെ ആ ടവലും അതുപോലെ തന്നെ അങ്ങനെ ആ ടവലും ആ 2 തോർത്തും കൂടെ ഒന്ന് വേവിച്ച് കഴുകി കിട്ടപ്പോഴത്തേക്ക് നല്ല വൃത്തിയായി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് വൃത്തിയാവും. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും എന്നെ പോലെ അറിഞ്ഞൂടാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് അവർക്കെല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കും, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞൂടാത്തത് കാണും. അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മൾ കൂടുതലും ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടവലാണ് സൂപ്പറായിട്ട്. അത് നമുക്ക് ചെറിയ ടവല കാര്യങ്ങളായിരിക്കുമല്ലോ, അതിനെ നമ്മൾ ഇതുപോലെ കുറച്ചൊരു ചെറിയ ചരുവത്തിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചങ്ങ് എടുത്താൽ മതി. ആ വഴുവഴുപ്പ് കാര്യങ്ങളൊക്കെ അങ്ങ് സൂപ്പറായിട്ട് പൊയ്ക്കോളും. ഒരു 2 ദിവസം 2 ദിവസം ഒരിക്കലൊക്കെ അങ്ങനെ ചെയ്താൽ മതി. 2 ദിവസത്തിൽ ഒരിക്കലൊന്നും വേണ്ട, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ മതി, നല്ലതായിട്ട് വരും. പിന്നെ കുറേ നാളായി ഇവിടെ മുകളിൽ തുണി വിരിച്ചിട്ട്. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ, എപ്പോഴും മഴയല്ലേ. അപ്പോൾ മഴ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴെ തന്നെ അങ്ങ് തുണി വിരിച്ചിരിക്കും. ചിലപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ട് പോകുമ്പോഴേ മഴ വരും. അപ്പം ഞാൻ കാണൂല, അമ്മയെ കാണൂല. ഈ അമ്മ ഓടി മോളിൽ കയറും. എനിക്ക് അതൊരു പേടിയാണ്. മോളിൽ കയറുമ്പോൾ അറിയാമല്ലോ, ഈ നമ്മളെക്കാളും ഈ മഴ പെയ്ത് തുണി നനയണതിനൊക്കെ വെപ്രാള ഈ അമ്മമാർക്കൊക്കെ അല്ലേ. അപ്പം അവരതൊന്നും നോക്കൂല, ഓടി കയറി ചിലപ്പോൾ തുണി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴായിട്ട് കാല് ചറക്കി വീഴേ വല്ല ചെയ്ത് ആൻ്റെക്കാർ തുണി നനയണമെങ്കിൽ അങ്ങ് നനയണം എന്നുള്ള പാട് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ മുകളിൽ വിരിക്കൂല. താഴെ ആ മതിലിൻ്റെ മണ്ടയിലൊക്കെയാണ് വിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് മഴയില്ലല്ലോ, മഴയില്ല, നല്ല കാലാവസ്ഥയാണ്. നമുക്ക് മാത്രം നല്ല കാലാവസ്ഥ. അപ്പം അതുകൊണ്ട് വിചാരിച്ച് മുകളിൽ കൊണ്ട് വിരിക്കാന്ന്. ഇനി കേശുവിന് നാളെ ഉണ്ട്. നാളെ കേശുവിന് ആക്ഷൻ സോങ് ആണ്. ഇന്നിപ്പോൾ ആ ചെറിയൊരു ഇത് വന്നതിൽ ഭയങ്കര സങ്കടം. എന്നെ പൊട്ടാനെന്ന് പറയൂ, എന്നെ മണ്ടനെന്ന് പറയൂ എന്നൊക്കെയാണ് കേശു പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞല്ലോ മോൻ ജയിച്ചെന്ന്. അവൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പം കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എന്തായാലും ഇവിടെ അങ്ങോട്ട് നിർത്താൻ പോകണില്ല. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടോ അതിലെല്ലാത്തിലും കേശുവിനെ പങ്കെടുപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെയായിട്ട് ആള് നല്ലപോലെ പറഞ്ഞു വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ കഥയിൽ കുറച്ച് ഒരു ഭാഗം എത്തപ്പോൾ മോന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനല്ലേ അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മഴ വരും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കി അവ അങ്ങ് പറയുമായിരുന്നു. ഇതുപോലെ തന്നെ അവിടെ ചെന്നതെന്ന് പറഞ്ഞപ്പോഴും ബാക്കി നല്ലപോലെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ആ ഒരു പോർഷൻ എത്തിയപ്പോഴേക്ക് ചെറിയൊരു ഡൗട്ട് വന്നു. പിന്നെ ഞാൻ താഴെ ഇരുന്ന് പറയണതൊന്നും അവൻ കേൾക്കണില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ടീച്ചർ ഒന്നും കൂടെ ഒരു അവസരം കൊടുത്തപ്പോഴേക്കും ആളിന്റെ ഫുൾ എനർജിയും ചോർന്നു പോയി. പിന്നെ അങ്ങ് ഒരു ചെറിയ, നമുക്കായാലും അങ്ങനെയല്ലേ, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പിന്നെ നമുക്ക് ഫുള്ള് അങ്ങോട്ടൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ. നാളത്തെ ആക്ഷൻ സോങ് എന്തായാലും അവന് സൂപ്പറായിട്ട് അറിയാം. പിന്നെ ഇനി നാളെയല്ലേ, നാളത്തെ കാര്യം നാളെ. ഇനി ഇപ്പോഴും എൻ്റെ അടുത്ത് കുറച്ചു നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ നാളത്തെ ആക്ഷൻ സോങ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്ന്. ചെയ്യണമെങ്കിൽ ചെയ്യട്ടില്ലെങ്കിൽ അവൻ സ്റ്റേജിൽ കയറി ഇത്രയും ആൾക്കാരെ കാണുമ്പോഴുള്ള ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ അങ്ങ് മാറുമല്ലോ. അത് മതി. നമ്മൾ ഈ പ്രായത്തിലായിട്ട് സ്റ്റേജ് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നപ്പോഴൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു. 6 പഠിച്ചിരുന്നപ്പോൾ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത് 6ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ്, അല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം എന്തെങ്കിലും കാപ്പിക്ക് വേണമല്ലോ. ഇവിടെ ആർക്കും വൈകുന്നേരം നല്ല രാത്രി ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കായാലും അങ്ങനെയാണ്, ചേട്ടനായാലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് റവ കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കാമെന്ന്. അതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ റവ ഞാനിപ്പോൾ 2 കപ്പ് റവയാണ് ഇടണത്. ഇതൊക്കെ എൻ്റെ ഒരു കണക്കാണ്, പക്ഷേ എന്തായാലും സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കപ്പ് റവയും അളന്നെടുത്ത് ആവശ്യത്തിന് നമുക്കൊരു തേങ്ങയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് ഒരു 2 പിടി എന്തുവാണ് ചോറെടുത്തത്. അപ്പോൾ ഇനി ഇതിനെ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. പിന്നെ അപ്പമായിരുന്നാലും ദോശയായിരുന്നാലും നമുക്ക് ഇതുപോലുള്ള ലൊട്ടലൊടുക്ക് വിദ്യയിലൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പച്ചരി ഇങ്ങനെ
കുതിർത്ത് അരച്ചെടുത്ത് മാത്രം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ധാരണയൊക്കെ അങ്ങ് വിടണം. നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നായിരിക്കും ആരെങ്കിലും വരണമെന്ന് പറയണത്. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും എന്ത് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല പോഞ്ഞിരിക്കുമല്ലോ, അയ്യോ എന്ത് കൊടുക്കുമെന്നൊക്കെ. അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലുള്ള ഈ നുറുങ്ങ് വിദ്യകളൊക്കെ പ്രയോഗിക്കാം. പക്ഷെ അത് നല്ലതായിരിക്കണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ റവ കൊണ്ടുള്ള അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് വൃത്തിയാക്കി പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം, പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ ഒന്നും മിക്സ് ചെയ്യാൻ നിൽക്കരുത്, കൈ കൊണ്ട് തന്നെ ചെയ്യണം. നമ്മളെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ ഇതുമായിട്ട് ചേർന്നിട്ടാണ് പ്രവർത്തനം നടക്കുമ്പോഴേക്ക് പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടും. പിന്നെ ഞാനൊരു ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതെല്ലാം കൂടെ അരച്ചും കൂടെ എടുക്കും. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇതാ നേരെ വീട്ടിൽ പോവേണം. നന്ദും ഒക്കെ അവരെ വീട്ടിൽ വെള്ളം ഫുള്ള് തീർന്നതുകൊണ്ട് അവർ കുളിക്കാനായിട്ട് വന്നതാണ്. നമ്മളെ വീട്ടിൽ പോകണം. ഇനി 3 ദിവസം കഴിഞ്ഞ് വെള്ളം വരുമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ എന്നും ഇത് തന്നെ നമ്മളെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വണ്ടിയിൽ വന്നുകൊണ്ട് അവർ വണ്ടിയിൽ വരും. ക്യാഷ് നല്ല ഉറക്കം, ഒരു തരത്തിൽ ഉണരണില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോവുകയാണ്. ഉണരണമെങ്കിൽ അമ്മ കൊണ്ടുവന്നോളൂ ഇനി. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ തീർന്ന് അങ്ങനെയാണ് പിള്ളേർ കുളിക്കാനായിട്ട് ഇങ്ങ് വന്നത്. എന്തിട്ടുണ്ടാക്കിയ പനയോല എവിടെ നിന്ന് അയ്യടാ, അതിന് കാതിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതെവിടെ നമ്മ പറയല്ല പനയോല വാങ്ങിക്കാൻ പറ്റും. കൊള്ളത്തരം ഭയങ്കര കണ്ട എന്തരാ ലൊട്ടിലൊടുക്ക് അയ്യോ താ ഇത് പേരുണ്ട്. അവര് വാങ്ങിച്ചത് എന്ത് എവിടത്തത്? ബിഗ് ബോസിൽ പോയപ്പോ എനിക്ക് കിട്ടി. ബിഗ് ബോസ് ബിഗ് ബോസ് നിന്ന് കിട്ടിയത് മത്സരത്തിന് പോയപ്പോഴേ പൈസ കിട്ടിയില്ല. അങ്ങനെ ഇതാണ് എനിക്ക് തന്നത്. നിങ്ങൾ ഇതിലാവുമ്പോ ഇങ്ങനെ ആക്കി എടുക്കുന്നത് കാതില്ല തൂക്കിയിടാൻ നിന്റെ മോനെ അല്ല തൂക്കിയിടാൻ. ഇനി നന്ദൂനും അനന്തൂനും ഒക്കെ കുളിക്കണം. ഞാനിനി രാത്രിയേ വരണുള്ളൂ. ചേട്ടൻ വന്നിട്ട് എന്തായാലും ചേട്ടന് കുളിക്കാൻ വരണം. അപ്പോഴും ഞാനും കൂടെ വന്ന് രാവിലെ കുളിച്ചല്ലോ, അപ്പോൾ രാത്രി ഇനി മേലെ എഴുന്നതേ ഉള്ളൂ. പിന്നെ കേശു ഉറങ്ങുകയാണ്. കേശുവിനെ വിളിച്ചിട്ട് എണീച്ചില്ല. ഇനി ഉണരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞാൽ അവിടെ അവൻ മറച്ചു വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മ അടുത്ത് തന്നെ കിടക്കുകയാണ്. പിള്ളേർ വന്നപ്പോഴേക്കും ഞാൻ അവരുമായിട്ട് ഇങ്ങ് വന്ന് ഇനി പെട്ടെന്ന് പോവുകയും വേണം. ഇനി 2 ചക്കയും കൂടെ ഇവിടെ നടത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് കറി വയ്ക്കാനായിട്ട്. ഈ 2 ചക്കയിലും കൂടെ ഈ 2 ചക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നേരത്തെ കറിക്കുള്ള ചക്ക അതിൽ നിന്ന് കിട്ടുള്ളൂ. അത്ര പരിതാപകരമാണ് ഈ ചക്കകൾ. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ കിടിലനുമാണ്. അങ്ങനെ നന്ദ് കുളിച്ച് കഴിഞ്ഞ് ഇനി അനന്തൂന് കുളിക്കണം. അപ്പം ഞാൻ 2 ചക്കയൊക്കെ അടുത്തെടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ കോരി കൊടുക്കണമല്ലോ. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെള്ളം കോരാനായിട്ട്. ഇപ്പം ഭയങ്കര മടിയാണ് ഈ വെള്ളം കോരണം എന്നുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കൈ കൂടെ വയ്യാതിരിക്കുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും നന്ദും കൂടെ മാറി കോരാന്ന് വെച്ചിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ കോരി അവരുടെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് കുറച്ച് വേപ്പില എടുത്തുകൊണ്ട് പോകണം. വേപ്പില എടുക്കണ വേറൊന്നിനുമല്ല, രാത്രിയെല്ലാം സന്ധ്യ ആകുമ്പോഴേക്ക് പുകയ്ക്കാനാണ്. കൊതു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര കൊതുവാണ്. ഇത്രയും നാൾ ഇത്രയും കൊതു ഇല്ലായിരുന്നെന്ന് വേണം പറയാം. ഇപ്പോൾ ഭയങ്കര കൊതു. അങ്ങനെ ഇപ്പോൾ ഈ മഴയും കൂടെയൊക്കെ പെയ്തിട്ടൊക്കെ ആയിരിക്കും എവിടെയെങ്കിലുമൊക്കെ ചിരട്ടയിലോ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കിട്ടി നിൽപ്പുണ്ടായിരിക്കും. ഞാനാണെങ്കിൽ വീടിൻ്റെ 4 ചുറ്റും നോക്കിയിട്ട് എന്തെങ്കിലും വെള്ളം കണ്ടാലൊക്കെ അതിനെ ഒന്ന് കമിഴ്ത്തി കളയണമുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, നമ്മളെ കണ്ണ് എല്ലായിടത്തും എത്തണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ പുകയ്ക്കണ സമയത്ത് ഈ കൊതുക് തിരിയൊന്നും ഉപയോഗിക്കാണ്ട് ഇതുപോലെ ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് നമ്മളെ പിന്നെ വീടിൻ്റെ 4 ചുറ്റും എല്ലാവർക്കും ഈ പുകയിൽ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇവിടെ ഉണ്ട് പുകയ്ക്കണ കാര്യം. അപ്പോൾ ഈ വേപ്പിലേക്ക് വെച്ച് പുകച്ചാൽ നമ്മുടെ ഈ അന്തരീക്ഷം കൂടെ അറ്റ്മോസ്ഫിയറും കൂടെ ഒന്ന് ശുദ്ധമാവും. നല്ല അതിൻ്റെ പുക ശ്വസിക്കണത് നല്ലതാണ്. ചുമ്മാ നമ്മൾ അതും ഇതും പ്ലാസ്റ്റിക്കോ കണ്ടാവുന്ന തൊട്ട് പുകയ്ക്കാണ്ട് ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അന്തരീക്ഷം പൊല്യൂഷനും ആവില്ല. അങ്ങനെ അമ്മ അവിടെ പുകയ്ക്കാനുള്ള കുറേ തൊണ്ടൊക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൽ കൊണ്ട് ഒരു ചൂട്ടും വെച്ച് കൊടുത്തിട്ട് ഈ വേപ്പിൻ്റെ ഇലയും കൂടെയൊക്കെ കൊണ്ടുവച്ച് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരിനി അവർക്കിനി വീട്ടിലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു തൂക്കുപാത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളവും കൂടെ എടുത്തും കൊണ്ട് അവർക്ക് പോകണം. അപ്പോഴേക്കും അമ്മ വിളിച്ച് കേശു കൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ വരാം അമ്മ, ഇപ്പോൾ പിള്ളേർ പോകുമെന്നും പറഞ്ഞ് ഞാൻ 2 ചക്കയും കൂടെ എടുത്ത് വെച്ചിട്ട് ഇനി ഓടി വീട്ടിൽ പോട്ടെ. അവൻ വയലൻ്റ് ആവുമ്പോൾ അങ്ങ് എത്തിയില്ലെന്നുണ്ടെങ്കിൽ അമ്മേനെ അടിച്ച് കൊല്ലും അമ്മ കേശുക്കുട്ടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.